ആധിപത്യം വ്യാപിക്കുന്നു. ആധിപത്യം വ്യാപിക്കുന്നു. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇതെല്ലാമാണ്. ഇവിടെയും ഇവിടെയും. മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങൾ അവർ കീഴടക്കി. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയാണെന്ന് നാം കണ്ടു. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയെന്ന് നാം കണ്ടു. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങൾ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ 1857. ഇത്രയും പ്രദേശങ്ങൾ 1857 ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. കേരളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വേറെയാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ തന്നിരിക്കുന്നതിൽ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ പിടിച്ചെടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ദത്തവകാശ നിരോധന നിയമം. ദത്തെടുക്കാനുള്ള അവകാശത്തെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം.
ഒരു നാട്ടുരാജ്യത്തിൽ പുരുഷ അനന്തരാവകാശി ഇല്ലാതിരുന്നാൽ ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട് അവനെ രാജാവാക്കാമായിരുന്നു. എന്നാൽ അതിനെ നിരോധിച്ചുകൊണ്ടാണ് ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പാസാക്കിയത്. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പിലാക്കി. കമ്പനി അധികാരത്തിലേക്ക്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്ന വിവിധ മാർഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. യുദ്ധങ്ങൾ വഴിയും നിയമനിർമ്മാണങ്ങൾ വഴിയുമാണ് പ്രധാനമായും അധികാരത്തിലെത്തിയത്. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതെല്ലാം നോക്കാം. പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം. പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും ബംഗാളിനെ കമ്പനിയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നു. പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും. മൈസൂർ യുദ്ധങ്ങൾ മലബാറിനെയും കൂർഗ് പ്രദേശങ്ങളെയും കമ്പനിയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നു. മറാത്ത യുദ്ധങ്ങൾ മറാത്ത സാമ്രാജ്യത്തെ കമ്പനിയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നു. മറാത്ത യുദ്ധങ്ങൾ. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഇതാണ്: പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം, മൈസൂർ യുദ്ധങ്ങൾ, മറാത്ത യുദ്ധങ്ങൾ. ബംഗാളിനെ, മലബാർ മേഖലകളെ, കൂർഗ് പ്രദേശത്തെ, മറാത്ത ഭാഗത്തെ, ഇതെല്ലാം യുദ്ധങ്ങൾ വഴിയാണ് കമ്പനി അധികാരം പിടിച്ചെടുത്തത്. പിന്നെയുള്ള നിയമനിർമ്മാണങ്ങൾ വഴിയാണ്. 2 നിയമനിർമ്മാണങ്ങളാണ്: സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയവയാണ്. സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം പിടിച്ചെടുത്തത് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയവയാണ്. ദത്തവകാശ നിരോധന നിയമം മൂലം പിടിച്ചെടുത്തത് ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവയാണ്. ഝാൻസി, സത്താറ, നാഗ്പൂർ എന്നിവ ദത്തവകാശ നിരോധന നിയമം മൂലം പിടിച്ചെടുത്തു. കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. സംഗ്രഹം നോക്കാം. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. കച്ചവട ആധിപത്യത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. കച്ചവട ആധിപത്യത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. അടുത്ത പാഠം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon. നിങ്ങളൊരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്കായി ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്ട് 7558071990 ecpsc2@gmail.com. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്ട് 7558071990 അതല്ലെങ്കിൽ ecpsc2@gmail.com. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 75 58 07 1990 അതല്ലെങ്കിൽ ecpsc2@gmail.com.